ഇന്ന് ഒക്ടോബർ 6 വേൾഡ് സെറിബ്രൽ പാൾസി ഡേ. കുട്ടികളെ ബാധിക്കുന്ന ഒരു ചലന വൈകല്യമാണ് സെറിബ്രൽ പാൽസി. ലോകത്ത് ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 2-3 പേർക്ക് സെറിബ്രൽ പാൽസി ഉണ്ടാകാം. ഇതൊക്കെയാണ് സെറിബ്രൽ പാൽസിയുടെ കാരണങ്ങൾ. കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സെറിബ്രൽ പാൽസിക്ക് കാരണമാകുന്നത്. കുഞ്ഞു ഗർഭത്തിലിരിക്കുമ്പോഴോ പ്രസവ സമയത്തോ പ്രസവത്തിന് ശേഷമോ ഉള്ള തകരാറുകൾ സെറിബ്രൽ പാൽസിക്ക് കാരണമായേക്കാം. സെറിബ്രൽ പാൽസി എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? 1.5 വയസ്സിനും 3 വയസ്സിനും ഇടയിലാണ് കൂടുതൽ കുട്ടികളിലും സെറിബ്രൽ പാൽസി ഡയഗ്നോസ് ചെയ്യുന്നത്. ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ്, എക്സ്പെഷ്യലി സ്പെഷ്യലൈസ്ഡ് ഇൻ പീഡിയാട്രിക്സ്, എനിക്ക് പറയാനുള്ളത് കുട്ടികളിൽ ഈ ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കാനുള്ള ശേഷി വളരെ കൂടുതലായിരിക്കും. നിർണായകമായ ആ സമയം, നമ്മൾ ഈ ഫസ്റ്റ് 1000 ഡേയ്സ് ഓഫ് ലൈഫ് എന്ന് പറയും, അത് മെച്ചപ്പെടുത്താനായാൽ കുട്ടിയുടെ ചലനശേഷിയും ഭൗതിക വളർച്ചയും മെച്ചപ്പെടുത്താനാകും. നിങ്ങളുടെ കുട്ടികളിൽ ഇതേപോലെയുള്ള ഡെവലപ്മെന്റൽ ഡിലേസോ ശാരീരിക ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ എത്തി വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടതാണ്. ഈ രോഗാവസ്ഥ കാരണം ഒരു കുട്ടിയും സാമൂഹിക ജീവിതത്തിൽ നിന്ന് പിൻവലിയുകയോ ഒറ്റപ്പെടുകയോ ചെയ്യില്ലെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്.